നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കുഞ്ഞേച്ചി നേരത്തെ മുന്നറിയിപ്പ് തന്നോണ്ട് മാനസികമായിട്ട് എനിക്കൊന്ന് തയ്യാറെടുക്കാനും കഴിഞ്ഞു. അല്ലെങ്കിൽ സുസ്മിത വന്ന് ഈ വിഷയം അവതരിപ്പിക്കുമ്പോഴേ എന്റെ പാതി ജീവനങ്ങ് പോയേനെ. എന്നിട്ട് എന്തായി? കുഞ്ഞേച്ചി പറഞ്ഞു തന്നത് അതുപോലെ അവതരിപ്പിച്ചപ്പോ അവള് പ്രതിക്കൂട്ടിലായല്ലോ. എങ്കിൽ DNA ടെസ്റ്റ് നടത്തി നോക്ക്, അപ്പൊ അറിയാലോന്ന് ഒരു ഒളിയമ്പ് കൂടി ഇട്ടിട്ടാ അവൾ ഇവിടുന്ന് പോയത്. DNA ടെസ്റ്റിന്റെ കാര്യം സത്യമ്മ എന്ത് പറഞ്ഞു? സത്യമ്മ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എന്താവോന്നോർത്ത് എന്റെ കൈയും കാലും മറിക്കുക. എന്നാ പിന്നെ ഞാനിനി ഇല്ല. സത്യമ്മ ഒന്നും പറഞ്ഞില്ല എന്നല്ലേ പറഞ്ഞത്? അത് പോസിറ്റീവായിട്ട് എടുക്ക. എന്നാലും കുഞ്ഞേച്ചി, ആരോടാ അമ്മ ഇത്രയ്ക്ക് ടെൻഷനിൽ സംസാരിക്കുന്ന? ഉറപ്പായിട്ടും എന്റെ കാര്യം തന്നെയാ. ഞാൻ കാരണം അമ്മയ്ക്ക് സങ്കടം. അവര് പറഞ്ഞതുപോലെ ഞാൻ അമ്മയുടെ മകളല്ല. ആണെങ്കിൽ അമ്മയ്ക്ക് എന്തിനാ ഈ ടെൻഷൻ? അമ്മയ്ക്ക് സങ്കടം ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാൻ പോവാ. ശ്യാമേ, DNA ടെസ്റ്റ് വേണമെന്ന് സത്യാമ്മയ്ക്ക് തോന്നിയിരുന്നെങ്കിൽ അപ്പോഴേ അത് പറയില്ലേ? നീ എന്തിനാ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നേ? പക്ഷെ എപ്പോഴെങ്കിലും അത് വേണമെന്ന് തോന്നിയല്ലോ കുഞ്ഞേച്ചി. ശ്യാമേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതെല്ലാം കണ്ടും കേട്ടും പപ്പിയുണ്ട് അവിടെ. അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ എടി ആ കുഞ്ഞു മനസ്സ് നോവും. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വിത്തിട്ട് വെക്കുന്നേ? അവളിവിടെ ഒന്നും ഇല്ല കുഞ്ഞേച്ചി. വേണ്ട, ഇനി ഇവിടെ നിക്കണ്ട. ഞാനിവിടെ നിക്കുന്നോണ്ട് അമ്മയ്ക്ക് സങ്കടം. ഒന്നും ഉണ്ടാവില്ല, ഞാനല്ലേ പറയുന്നേ. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ അതിന് പോകും വഴി ഞാൻ കണ്ടോളാം. കേക്കുന്നില്ലേ നീ? ശരി. നീ ഇപ്പൊ പോയി കിടന്നുറങ്ങാൻ നോക്ക്. വേറൊന്നും ആലോചിക്കണ്ട. ശരി കുഞ്ഞേച്ചി. പിന്നെ വേറൊരു കാര്യം കൂടി. നിന്റെ വിഷമോ ആശങ്കയൊന്നും പപ്പി കാണരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്നാ ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.